ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും കരിയർ ട്രാക്കർ PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ്. നമുക്കിന്ന് വിഭക്തികളെ കുറിച്ച് പഠിക്കാം. പ്രധാനമായും മലയാളത്തിൽ 7 വിഭക്തികളാണുള്ളത്. 7 വിഭക്തികളാണ് മലയാളത്തിൽ ഉള്ളത്. അവ ഒന്ന് നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, പ്രയോജിക, സംബന്ധിക, ആധാരിക എന്നിങ്ങനെയൊക്കെയാണ്. ഇവയ്ക്ക് പ്രത്യയങ്ങളുണ്ട്. ഓരോന്നിനും ഓരോരോ പ്രത്യയങ്ങളുണ്ട്. അവ ഏതാണെന്ന് നോക്കാം. ഇപ്പൊ നിർദ്ദേശിക എന്ന വിഭക്തിയുടെ പ്രത്യയം, അവയ്ക്ക് പ്രത്യയമില്ല. ഇപ്പം ഉദാഹരണമായിട്ട് സീത അല്ലെങ്കിൽ രാമൻ അല്ലെങ്കിൽ കൃഷ്ണൻ എന്നൊക്കെ പേരുകളൊക്കെ എടുക്കുമ്പോൾ അതിന് പ്രത്യയങ്ങൾ ഒന്നും ചേർക്കാതെ ശുദ്ധമായ രീതിയിലാണ് നിർദ്ദേശിക എന്ന വിഭക്തിയിൽ അവതരിപ്പിക്കുന്നത്. ഇനി അടുത്തത് പ്രതിഗ്രാഹിക. ഈ പ്രതിഗ്രാഹിക എന്ന വിഭക്തി എ എന്ന പ്രത്യയം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. എ, അതായത് സീത എന്ന ഉദാഹരണത്തിൽ സീതയെ, രാമനാണെങ്കിൽ രാമനെ. എ എന്ന പ്രത്യയം കൊണ്ടാണ് പ്രതിഗ്രാഹികയിൽ സൂചിപ്പിക്കുന്നത്. കൃഷ്ണനെ, ഹനുമാനെ. ഇനി അടുത്തത് സംയോജിക. ഈ സംയോജിക എന്നതിലെ ഓട് എന്ന പ്രത്യയമാണ് സംയോജിക വിഭക്തിയുടേത്. സീതയോട്, രാമനോട്, കൃഷ്ണനോട്, ഹനുമാനോട്, എന്നോട്. അപ്പോ ഓട് എന്നതാണ് സംയോജിക വിഭക്തിയുടെ പ്രത്യയം. മറ്റൊന്ന് ഉദ്ദേശിക. ഈ ഉദ്ദേശിക വിഭക്തിക്ക് ക്, ന് എന്നീ പ്രത്യയങ്ങളാണുള്ളത്. ക്, ന് എന്നീ പ്രത്യയങ്ങളാണ് ഉദ്ദേശിക വിഭക്തിയുടേതായിട്ടുള്ളത്. സീതയ്ക്ക്, എനിക്ക്. ഇനി രാമനാണെങ്കിൽ രാമന്, ഹനുമാന്, കൃഷ്ണന്. ക് അല്ലെങ്കിൽ ന് എന്ന പ്രത്യയമാണ് ഉദ്ദേശിക എന്ന വിഭക്തിയോട് കൂടി ചേർക്കുന്നത്. അടുത്തത് പ്രയോജിക. ഈ പ്രയോജിക വിഭക്തിയിൽ ആൽ എന്ന പ്രത്യയമാണ് കാണുന്നത്. പ്രയോജിക എന്ന വിഭക്തിയിൽ ഏത് പ്രത്യയമാണ്? ആൽ. ആൽ. സീതയാൽ, രാമനാൽ, കൃഷ്ണനാൽ, എന്നാൽ, ഹനുമാനാൽ എന്നൊക്കെയാണ് ഈ പ്രയോജിക വിഭക്തിയിൽ കാണപ്പെടുന്നത്. അടുത്തത് സംബന്ധിക. സംബന്ധിക വിഭക്തിയിൽ ഉടെ അല്ലെങ്കിൽ ഇന്റെ എന്നീ പ്രത്യയങ്ങളാണ് ചേർക്കുന്നത്. ഉടെ, ഇന്റെ എന്നീ പ്രത്യയങ്ങളാണ് ഇതിൽ ചേർക്കുന്നത്? സംബന്ധിക വിഭക്തിയിൽ ചേർക്കുന്നത്. സീതയുടെ, രാമന്റെ, കൃഷ്ണന്റെ. ഉടെ അല്ലെങ്കിൽ ഇന്റെ. അപ്പൊ ഉടെ, ഇന്റെ എന്നിവ എന്നിവ നാമത്തോടൊപ്പം കണ്ടാൽ എന്ത് നമുക്ക് പറയാം? അത് സംബന്ധികയാണ് എന്ന് പറയാം, അല്ലെ? ഇനി ആധാരിക. ഈ ആധാരിക വിഭക്തിയില് ഇൽ, കൽ എന്നീ പ്രത്യയങ്ങളാണ് നാമത്തോടൊപ്പം ചേർക്കുന്നത്. ഇൽ അല്ലെങ്കിൽ കൽ. സീതയിൽ അല്ലെങ്കിൽ ഇൽ അല്ലെങ്കിൽ കൽ എന്ന് പറഞ്ഞു. അപ്പോ രാമനിൽ, കൃഷ്ണനിൽ എന്നൊക്കെയാണ് ഇൽ, കൽ പ്രത്യയങ്ങളാണ് ഏതില്? ആധാരിക വിഭക്തിയിൽ ചേർക്കുന്നത്. ഇത് നമുക്ക് ഒരു ചെറിയ പാട്ട് പോലെ നമുക്ക് പഠിക്കാം, നോക്കാം. മുന്നേ ചെറിയ ക്ലാസ്സുകളിലൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. എന്നാലും നമുക്കിത് നോക്കാം. നോക്കുക. തന്മ നിർദ്ദേശിക കർത്ത. നിർദ്ദേശികയുടേത് കർത്താവ് മാത്രം, ഒന്നുമില്ല, അതിന്റെ കൂടെ ഒന്നും ചേർക്കുന്നില്ല എന്നാ പറയുന്നത്. തന്മ നിർദ്ദേശിക കർത്ത പ്രതിഗ്രാഹിക കർമ്മം എ. പ്രതിഗ്രാഹികയോട് എന്ത് ചേർക്കും? കർമ്മം എ ചേർക്കും. ഓട് സംയോജിക സാക്ഷി. സംയോജികയോടൊപ്പം ഓട് ചേർക്കും. സ്വാമി ഉദ്ദേശിക ക്, ന്. ഉദ്ദേശികയോടൊപ്പം എന്ത്? ക്, ന്. ആൽ പ്രയോജികയാം ഹേതു. പ്രയോജികയോടൊപ്പം ആൽ എന്ന പ്രത്യയമാണ് ചേർക്കുന്നത്. ഉടെ, ഇന്റെ സംബന്ധിക സ്വത. സംബന്ധികയോടൊപ്പം ഏതാണ്? ഉടെ അല്ലെങ്കിൽ ഇന്റെ എന്ന പ്രത്യയം ചേർക്കും. ആധാരിക ഇൽ, കൽ പ്രത്യയമായിടും. ആധാരിക എന്ന വിഭക്തിയോടുകൂടി ഇൽ, കൽ എന്നീ പ്രത്യയങ്ങൾ ചേർക്കും. ഒന്നും കൂടെ നോക്കുക. തന്മ നിർദ്ദേശിക കർത്ത പ്രതിഗ്രാഹിക കർമ്മമേ ഓട് സംയോജിക സാക്ഷി സ്വാമി ഉദ്ദേശിക ക്, ന്. ആൽ പ്രയോജികയാം ഹേതു ഉടെ, ഇന്റെ സംബന്ധിക സ്വത. ആധാരിക ഇൽ, കൽ പ്രത്യയമായിടും. ഒന്നും കൂടെ ഉദാഹരണത്തിലൂടെ നമുക്ക് വരാം. അപ്പോ നിർദ്ദേശികയ്ക്ക് പ്രത്യയം ഇല്ല എന്ന് പറഞ്ഞു, അല്ലെ? അപ്പോ നാമത്തോടൊപ്പം പ്രത്യയം ഇല്ല എന്ന് പറഞ്ഞു. ഇനി
പ്രതിഗ്രാഹിക, കർത്താവിനോട് കൂടി പ്രത്യയം ഇല്ല എന്നാണ് നിർദ്ദേശിക്കയിൽ പറയുന്നത്. പ്രതിഗ്രാഹിക, പ്രതിഗ്രാഹികയിൽ എന്ത് ചേർക്കുന്നുണ്ട്? എ എന്ന പ്രത്യയം വരുന്നുണ്ട് അല്ലെ. പ്രതിഗ്രാഹിക എ, സീതയെ. സീത മാറി പ്രതിഗ്രാഹികയിൽ വരുമ്പോ എന്തായി? സീതയെ ആയി. ഇനി സംയോജികയിലോട്ട് വരുമ്പോ എന്തായി? ഓട് ചേർക്കണം അല്ലെ. അപ്പൊ സീത മാറി സീതയോട് എന്നായി. ഉദ്ദേശിക്കയിലേക്ക് വരുമ്പോ ക്ക് അല്ലെങ്കിൽ ന്. സീതയാണെങ്കിൽ സീതയ്ക്ക്, രാമനാണെങ്കിൽ രാമന്. ഇനി പ്രയോജികയിലേക്ക് വരുമ്പോൾ ആൽ എന്ന പ്രത്യയമാണ് ചേർക്കുന്നത്. സീതയാൽ, രാമനാൽ, കൃഷ്ണനാൽ എന്നിങ്ങനെയൊക്കെയുള്ള പ്രത്യയങ്ങളാണ് ചേർക്കുന്നത്. ഇനി സംബന്ധിക. സംബന്ധിക എന്ന വിഭക്തിയിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു ഉടെ അല്ലെങ്കിൽ ഇന്റെ എന്ന പ്രത്യയമാണ് ചേർക്കുന്നത്. സീതയുടെ, രാമന്റെ എന്നൊക്കെയാണ് ഇതിന് വരുന്ന മാറ്റം. ഇനി ആധാരിക. ആധാരിക എന്ന വിഭക്തിയിൽ ഇൽ അല്ലെങ്കിൽ കൽ എന്നീ പ്രത്യയമാണ് ചേർക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ. സീതയിൽ, രാമനിൽ, കൃഷ്ണനിൽ അല്ലെങ്കിൽ ഇൽ അല്ലെങ്കിൽ കൽ എന്ന പ്രത്യയമാണ് ആധാരിക വിഭക്തിയിൽ ചേർക്കുന്നത്. ഇത്രയുമാണ് 7 വിഭക്തികളും അവയോട് ചേരുന്ന പ്രത്യയങ്ങളും. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്നാലും ഈ ചെറിയ കുറുക്കു വഴിയിലൂടെ ഒന്നും കൂടെ ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും ബൈ.